ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഒരു കളർ ചലഞ്ച് നടത്തിയാണ്. ലെറ്റ്സ് മേക്ക് കളർ ചലഞ്ച്. കളർ എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഓറഞ്ച് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് നീ എടുത്തോ. അത് എനിക്കൊരു പരാതി ഉണ്ട്, അതങ്ങ് തീർത്തോളാം. കുളിക്കുക വല്ലപ്പോഴും. കുളിക്കാൻ മറക്കല്ലേ. ഇനി എന്റെ ബുക്കാണ്. നീ വല്ലപ്പോഴും നിന്റെ റൂട്ടീനൊക്കെ മനസ്സിൽ വെക്കാതെ എഴുതി വെച്ച് ചെയ്യും. എപ്പോഴും അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലെ എഴുതി വെച്ച് ചെയ്യും. ഓക്കെ ഓക്കെ, ഡൺ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് റെഡ് എടുക്കാം. റെഡ് എടുക്കാം. ഫസ്റ്റ് ഞാൻ റെഡ് എടുക്കാം. ഓക്കെ ഓക്കെ, ഇത് കണ്ടിട്ട് നീ എന്നെ ഒന്നും പറയരുത്. നമ്മൾ പൊതുവെ അവിടെ കിടന്ന് വിരവുന്നവരായതുകൊണ്ട് നിനക്ക് നല്ലൊരു അരിപ്പ ഇരിക്കട്ടെ. താങ്ക് യു. ഞാൻ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. താങ്ക് യു. കുളിക്കാൻ നേരത്ത് ഇതും കൂടെ വേണമല്ലോ. ഇവിടെ കുളിപ്പിച്ച് കിടത്താൻ പോവാണെന്ന് തോന്നുന്നു. കുളിക്കണം വല്ലപ്പോഴും. ഇനിയും തരാം. ഇനി നമുക്ക് ബ്ലാക്ക് എടുക്കാം. ബ്ലാക്ക്. ഓക്കെ. ബാംഗ്ലൂരിൽ വന്നെന്നും പറഞ്ഞ് പഠിക്കാതിരിക്കരുത്, പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അടുത്തേന് ഞാൻ പ്രതീക്ഷിക്കുന്നു പഠിക്കാൻ. അടുത്തേന് എന്താണ് വേണ്ടത്? ഡിസ്റ്റൻസ്. എന്റെ ബ്ലാക്ക് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചു. അപ്പോ എനിക്ക് തോന്നി ഇത് അവക്കും സെറ്റാണ്, അവർക്ക് ഇഷ്ടപ്പെടും. നമ്മളൊരു മൈൻഡ് ആയതുകൊണ്ട് ഇഷ്ടപ്പെടും. ഞാൻ കൊടുക്കുവാണത്. എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ് കരിവള. ഇതെനിക്ക് ഇഷ്ടമാണ്. കരിവള എന്റെ ഫേവറേറ്റ് ആണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് ഏത് കളർ? യെല്ലോ എടുക്കാം. യെല്ലോ. ഞാൻ എടുക്കാമേ. വല്ലപ്പോഴും കൂടി വീടൊക്കെ ലോഷൻ വെച്ച് കഴുകാം അല്ലേ? ഇവിടെ എന്നെ അടുക്കളക്കാരിയാകും. നീ കല്യാണം കഴിച്ചു, എന്നാലും നിനക്ക് യൂസ് അല്ലേ ഗൈസ്? യൂസ് ആണ്. അങ്ങനെ പറയരുത്. നമ്മളിപ്പോ യങ്ങസ്റ്റ് ഗേൾസ് കിച്ചണിൽ കയറാൻ പാടില്ല, പാത്രം കഴുകാൻ പാടില്ല. വല്ലപ്പോഴും കൂടെ വീട് തുടച്ചു കഴുകണല്ലോ. ഇരിക്കട്ടെ, പോരട്ടെ. ഞാൻ അടുക്കള ഇടാൻ ഉദ്ദേശിക്കുകയും അവിടെ എന്നെ കുളിപ്പിച്ച് കിടത്താൻ നോക്കുവാണ്. പതപ്പിച്ച് കിടത്താൻ ഞാൻ കുളിച്ച് കിടക്കാൻ ഇതുമായി കുളിച്ച് അഭിപ്രായം പറയുന്നതായിരിക്കും. വെളുക്കുന്നുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. ഇവളുടെ റിസൾട്ടിൽ നിന്ന് നമുക്ക് ലൈഫ് ബോയും സന്തൂറും വർക്കിംഗ് ആണോ എന്ന് അറിയാൻ പറ്റും. ഫ്രീ പ്രൊമോഷൻ ആണ്. ഗ്രീൻ. ഓക്കെ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പാണ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. പച്ച ലൈസ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇവക്ക് സെയിം പിച്ച് പച്ച ലൈസ് എടുക്കാനാണ് നിന്നത്. പക്ഷെ സാഹചര്യ സമ്പർണം മൂലം പച്ച മാറ്റേണ്ടി വന്നു. ഫുഡ് ഐറ്റം തന്നെയാണ്. 50-50 ബിസ്ക്കറ്റ് ഗൈസ്. ഓക്കെ, ചായയുമായിട്ട് ഒരു പിടി. ഓക്കെ, അടുത്തത് ബ്രൗൺ കളർ നമുക്ക്. ഓക്കെ, ഞാൻ കൊടുക്കാം. ഇത് നിനക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഈ ബ്രൗൺ എന്ന് പറയുന്നത്. ഇത് ഫേസ് മാസ്ക് ആണ്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇതിന്റെ ഒപ്പം ഇത് ഫേസ് മാസ്ക് മാത്രമാണ്. ഇവർക്ക് ചെറിയൊരു ഐറ്റം ആദ്യം ഞാൻ മേടിച്ച വേറൊരു ഐറ്റം ആണ്. പക്ഷെ അതെനിക്ക് ഫീൽ ചെയ്ത് ചെറുതായി പോയല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് ഇതും കൂടെ മേടിച്ചത്. ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഇതാണ് ഞാൻ ഫസ്റ്റ് നിനക്ക് മേടിച്ചൊരു കുഞ്ഞു ക്ലിപ്പാണ്. പക്ഷെ ഞാൻ പേരെ നോക്കിയപ്പോ എനിക്ക് ഫേസ് മാസ്കും കൂടെ അവർക്ക് സെലക്ട് ചെയ്തു. താങ്ക് യു. ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ്. നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വീറ്റ്. ഇതിന്റെ പുറകില് തിന്നുന്നവളായിരിക്കും കേട്ടോ. അപ്പൊ ഇനി അടുത്ത വൈറ്റ് എടുക്കാം. ഓക്കെ, ഞാൻ തന്നെ എടുക്കാം ഫസ്റ്റ്. ഇത് യൂസ്ഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരാള് എടുത്തത് ബേസ് ഞാനങ്ങ് എടുത്തതാണ്. അജിത്ത് സജസ്റ്റ് ചെയ്ത സാധനമാണ് സോക്സ്. ഓക്കെ, വൈറ്റ് സോക്സ് എനിക്ക് വേണമായിരുന്നു. സ്കൂൾ യൂണിഫോമിന് നമുക്ക് വൈറ്റ് സോക്സ് വേണം. യൂസ്ഫുൾ ആണല്ലേ? ഓക്കെ ഓക്കെ. പക്ഷെ ഇതിന്റെ കൂടെ ഞാൻ ഒരു സാധനവും കൂടെ മേടിച്ചു. ഇത് യൂസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇതെന്തായാലും ഒക്കെ ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ. ഇഷ്ടപ്പെട്ടു ഗൈസ്. സ്ലൈഡ് ടിപ്പാണ്. ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ, ഞാൻ അവർക്ക് വൈറ്റ് മേടിച്ചിരിക്കുന്നത് യൂസ്ഫുൾ ഐറ്റം ആണ്. നിങ്ങൾ അങ്ങനെ തന്നെ താത്തി കെട്ടരുത് ഗൈസ്. ഇത് മെയിൻ ഒരു മനുഷ്യ ശരീരത്തിൽ മെയിൻ വേണ്ട ഒരു ഐറ്റം ആണ്. പ്രോട്ടീൻ ആണ് ഗൈസ്. മുട്ട. അത് പൊട്ടിയൊന്നുമില്ല. മുട്ട. ഹെൽത്ത് ആണ് മെയിൻ. നമ്മളിപ്പോ മെയിൻ ഫോക്കസ് ചെയ്യുന്നതും ആണ് ഗൈസ്. ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മെയിൻ സാധനം പ്രോട്ടീൻ ആണ്. അടുത്ത ഐറ്റം
പിങ്ക് എടുക്കാം, നമുക്ക് പിങ്ക് കളർ എടുക്കാം. പിങ്ക് ലേഡീസിന് മൊത്തം ഒരു ഇഷ്ടമുള്ള ഗേളിഷ് ഒരു ഐറ്റം ആണല്ലോ. എടുക്കാം. ഇത് ഞാൻ എൻ്റെ അവിടുത്തെ ബാംഗ്ലൂർ ഡിമാർട്ടിൽ നിന്ന് മേടിച്ചാണ്. നമ്മളെ ഗേൾസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റമാണ്, പെഡിക്യൂർ ഐറ്റമാണ് കേട്ടോ. നമുക്ക് ഇതൊരു പൗച്ചുണ്ട്. ഈ ഒരു ഐറ്റം യൂസ്ഫുൾ ആണ്, വിജയിക്കുന്നു. ഓക്കെ, എനിക്ക് ഇതൊക്കെ കൊടുക്കാനുള്ളത് ഐ തിങ്ക് ഇവളുടെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പക്ഷെ അത് ഇപ്പം മാറിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവളെ അറിയാവുന്നിടത്തോളം അത് അവൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇത് യൂസ്ഫുള്ളും ആണെന്ന് എനിക്ക് നല്ല ഉറപ്പ്. എപ്പോഴും അന്ന് ഇന്ന് എന്നും എനിക്ക് ഇഷ്ടം മാറത്തില്ല. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന എനിക്കിതിന്റെ കളക്ഷൻ തന്നെയാണ്. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കിതിന്റെ ബാഗ് അതുകൊണ്ട് മാത്രം ഞാൻ കണ്ടെത്തി ഏറ്റവും ലാസ്റ്റ് കിട്ടിയ സാധനം ഓൺലൈൻ വഴി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് കിട്ടിയാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ മരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലവ് യു. ഓക്കെ, അപ്പൊ അടുത്തത് പർപ്പിൾ എടുക്കാം. ഓക്കെ, പർപ്പിൾ ഇവക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. ഇവക്കെന്നല്ല, ഇപ്പം നമ്മള് 2K കിഡിൽ നിന്ന് മുകളിലോട്ട് എത്തുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരേ ഒരു സാധനം. സത്യം പറയട്ടാ, ഞാൻ ഇവക്ക് ഇതാണ് മേടിക്കാൻ നിന്നത്. എനിക്ക് തോന്നി. പിന്നെ സത്യം, കാരണം ഇവക്ക് നടുവേദന ഉള്ളത് കൊണ്ട് ഇത് മേടിക്കാൻ നിന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനെടുത്ത് അവളെന്ത് ഫീൽ ചെയ്യും. അവ കാരണം എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഐറ്റം നടുവേദന അതൊന്നും നിർത്തും നമ്മള്. ഞാൻ ഇത് കൊടുക്കുമ്പോ അവള് കഴിക്കൂലേ അത്. പക്ഷെ അവളത് വിചാരിച്ചില്ല കേട്ടോ. എനിക്ക് അങ്ങനെ മനസ്സിലൊന്നും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോഴും നടുവേദനിക്കുന്നു. അതെ, ഇവിടെ ഇരുന്നിട്ട് നമ്മള് നടുവേദനിക്കുന്നു. ഇത് എന്റെ നൈനയ്ക്ക് ഒരുപാട് യൂസ്ഫുൾ ഐറ്റം ആണ്. ഒരുപാട് നമുക്ക് ചിലവാകുന്നതാണ്. പക്ഷെ അത് എന്നെക്കാൾ അവളിപ്പോ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ പോലത്തെ ഗേൾസ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. ഇതൊരു പാന്റി ലൈനറാണ് ഗൈസ്. യൂസ്ഫുൾ ആണ്. എന്റെ പെണ്ണിന് ഇത് യൂസ്ഫുൾ ആണ്. അതെ അതെ അതെ, നമ്മൾ അങ്ങോട്ടും എല്ലാ ഗേൾസിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരേ ഒരു സാധനമാണ് പാന്റി ലൈനർ. സ്റ്റാർട്ടിങ് പീരീഡ് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും നമുക്കിത് യൂസ്ഫുൾ ആണ്. യൂസ്ഫുൾ ആണ്. സോഫിയുടെ നല്ലൊരു ഐറ്റമാണ്. നമുക്ക് വലിയ അലർജിക്ക് അങ്ങനെ ഫീലിങ്സ് ഒന്നും ഇല്ല. ഫ്രീ പ്രൊമോഷൻ ഒന്നും വേണ്ട. സോഫിക്കാരോ ഒന്നും വേണ്ട. എന്നുവെച്ചാൽ നമുക്ക് എന്താണ് ഫ്രീ പ്രൊമോഷൻ അല്ല, ഇവിടെ യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ പറയുന്നതാണ് ബെറ്റർ സാധനമാണ്. അടുത്ത ബ്ലൂ ആണ്. ബ്ലൂ എന്ന് പറയാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ ഇവക്ക് മേടിക്കുന്ന ഐറ്റം ബ്ലൂ വെച്ചിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ഇവക്ക് മേടിക്കണം, എന്തൊക്കെ മേടിച്ച് ഇഷ്ടപ്പെടും, നമ്മൾ എങ്ങനെ ഫണ്ണി ആക്കാനൊക്കെ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം ഇവക്ക് മേടിച്ചു പോയി ഗൈസ്. ബ്ലൂ ക്ലിപ്പാണ്. ഇവക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഐറ്റംസ്. അതെ 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 ബ്ലൂ. ഇവക്കും ബ്ലൂ ഞാൻ ഇവക്ക് ബ്ലൂ ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ കുറെ തപ്പി ഞാൻ ഒരു ചെടിയാണ് നോക്കിയത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെടിയും കിട്ടിയില്ല. അപ്പം അടുത്ത് എന്റെ വക ഒരു ചെറിയൊരു കമ്മലാണ്. ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. നല്ല ഒരു വെറൈറ്റി. എനിക്ക് വേറെ ഒന്നും ബ്ലൂവിലും മെയിനായിട്ട് കാര്യം എനിക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടും സാധനങ്ങൾ മേടിക്കാൻ തക്കത്തിന് ഒരിടവും കിട്ടാത്തത് കൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ചലഞ്ച് ഇവിടെ അവസാനിപ്പിക്കുവാണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഇതാക്കണമെന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ ഞങ്ങൾ അക്സെപ്റ്റബിൾ ആണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഒരു എക്സ്പീരിയൻസാണ്. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അവരുടെ മൈൻഡ് അനുസരിച്ച് ഒരു സാധനം മേടിക്കാം, ഗിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറയാൻ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും അല്ലേ? അതെ. അപ്പോൾ അവളുടെ യൂട്യൂബ് ചാനലൊരു പങ്ക് ഇങ്ങനെ ഒരു വീഡിയോ കൂടെ വരാൻ വന്നതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അത് വേറൊന്നുമില്ല, ഞങ്ങളുടെ സ്വന്തം ഒരു പെങ്ങളുട്ടിയാണ് ഇവിടെ ക്യാമറ എടുക്കുന്നത്. അവസാനം നമ്മൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ ഗൈസ്. ഇതാണ് എന്റെ സിസ്റ്റർ. അതെ, നമ്മളുടെ ഒരേ ഒരു പെങ്ങളാണ്. നമ്മളെ വീഡിയോഗ്രാഫർ എന്നൊക്കെ പറയാം. അതുകൊണ്ട് കൊച്ചിനെയാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെടുന്നത്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ ഇവളുടെ യൂട്യൂബ് ചാനലിനോട് പരിചയപ്പെടുന്നതാണ്. ഓക്കെ, നമ്മൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ ഗൈസ്.